ഗിരീഷ് പുത്തഞ്ചേരിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് സാക്ഷി കൊടുങ്ങല്ലൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗാനസ്മൃതി അരങ്ങേറി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്വരത്തിൽ നടന്ന പരിപാടി സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. രഞ്ജിത്തും ഞാനും കൂടി ചെയ്തിട്ടുള്ള രഞ്ജിത്തിൻ്റെ ആദ്യത്തെ തിരക്കഥ, അതിൻ്റെ തിരക്കഥ രചനയുമായി ബന്ധപ്പെട്ടിട്ട് മഹാറാണിയിൽ താമസിക്കുമ്പോഴാണ് ഗിരീഷ് പുത്തഞ്ചേരി അവിടെ രഞ്ജിത്തിൻ്റെ ഒരു സ്വന്തം സഹചാരിയായിട്ട് ദിവസേന വരും. അന്ന് സ്ക്രിപ്റ്റ് പകർത്തി എഴുതാനൊക്കെയാണ് ഗിരീഷ് പുത്തഞ്ചേരി വന്നത്. അന്ന് സിനിമയിൽ അദ്ദേഹം സജീവമായിട്ടില്ല, പാട്ട് എഴുതിയിട്ടില്ല, ഒരു പടത്തിന് എന്തോ എഴുതിയിട്ട് ആ സിനിമ മുടങ്ങിപ്പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം സിനിമയിൽ എങ്ങനെ സജീവമായി എന്നുള്ളത്. ദേവാസുരത്തിൽ പാട്ട് എഴുതുന്ന കാലത്ത് ആണ് എപ്പോഴും നിരന്തരമായിട്ട് അദ്ദേഹത്തെ ഞാൻ കാണുമായിരുന്നു. ദേവാസുരത്തിൽ പാട്ട് നമുക്കറിയാം, സൂര്യകിരീടം വീണുടഞ്ഞു എന്നുള്ള പാട്ട് ഗിരീഷ് പുത്തഞ്ചേരിയുടെ രഞ്ജിത്തിൻ്റെ പടത്തിലെ ആ പാട്ട് എത്രമാത്രം ജനഹൃദയങ്ങളിൽ ഇന്നും ഉണ്ടെങ്കിൽ അതിനുശേഷം ഗിരീഷിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ശാന്തമീ രാത്രി എന്നുള്ള പാട്ടുകളൊക്കെ അതിനുശേഷം തുടർച്ചയായി ഗിരീഷ് മലയാളത്തിൽ എണ്ണം പറഞ്ഞ ഗാനരചയിതാവായി മാറി. കൊടുങ്ങല്ലൂരിനെ അവയവദാന ഗ്രാമമാക്കുക എന്ന ലക്ഷ്യത്തോടെ വേദിയിൽ സാക്ഷി അംഗങ്ങളും കുടുംബാംഗങ്ങളും അവയവദാന പ്രതിജ്ഞയെടുത്തു. PS സീത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജയരാജ് വാര്യർ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ കുടുംബാംഗങ്ങൾ, സാക്ഷി രക്ഷാധികാരി ഡോക്ടർ ജോസ് ഊക്കൻ, പ്രസിഡന്റ് സെയ്താവൻ, വൈസ് പ്രസിഡന്റ് ഹീര ജോസഫ്, സെക്രട്ടറി ഷാലിമാർ അഷ്റഫ്, കോർഡിനേറ്റർ PR ബാബു, ഷയാസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ സംഗീത ലോകത്ത് 40 വർഷം പൂർത്തിയാക്കിയ മോഹൻ സിത്താരയെയും 300-ലധികം മലയാള ചലച്ചിത്രങ്ങൾക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്ത നീതി കൊടുങ്ങല്ലൂരിനെയും ആദരിച്ചു.